എന്റെ കൂടെ വെരി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ഉണ്ട്. നമ്മുടെ 90s കിഡ്സിന് ഭയങ്കര സ്പെഷ്യൽ ആണ് ഇദ്ദേഹം. ഞാൻ ആദ്യം ഇയാളെ പരിചയപ്പെടുന്നതിന് മുമ്പ് ഏറ്റൊരു വീഡിയോ ആണ് കേട്ടോ. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഓക്കെ, കാണിക്കട്ടെ. കൂടെയുള്ള നമ്മുടെ വണ്ണാത്തിപ്പുള്ളിലെ നായകനായ ഷിനോയ്. എത്ര സിനിമ ചെയ്തു ഇപ്പോ? ഞാനൊരു 2-3 സിനിമയോളം അഭിനയിച്ചു ശരിക്കും. പിന്നെ പതുക്കെ സിനിമ നിർമ്മിച്ചു. ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് ലോനപ്പൻ്റെ മാമോദിസ എന്ന് പറഞ്ഞ ജയറാം എണ്ണ വെച്ചുള്ള പടമാണ്. അതിനുശേഷം വെടിക്കെട്ട് എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. ബിപിൻ ജോർജ്, വിഷ്ണു ഉണ്ണികൃഷ്ണൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്തു. പിന്നെ വോയിസ് ഓഫ് സത്നാഥൻ, ദിലീപേണ്ട വോയിസ് ഓഫ് സത്നാഥൻ ചെയ്തു. തിരിച്ചു വരും. അങ്ങനെ സിനിമയാണ് നമ്മളുടെ ലക്ഷ്യം. പക്ഷെ ഞാൻ പറയട്ടെ, നമുക്ക് പാലാണ് പ്രേമെന്ന് സെർച്ച് ചെയ്താൽ പുള്ളിയുടെ കുറെ ആൽബംസ് കിട്ടും. ഞങ്ങൾ രണ്ടുപേരും കൂടി വണ്ണാത്തിപ്പുള്ളിൽ എന്ന് പറഞ്ഞ ആൽബം റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. തമന്നയ്ക്കായിരുന്നു ഭയങ്കര ഇഷ്ടം വന്ന ഈ സമയത്ത് ഈ പാട്ട്. അപ്പൊ പുള്ളിക്കാരത്തി ഭയങ്കരമായിട്ട് എപ്പോഴും ഈ പാട്ട് പ്ലേ ചെയ്തിട്ടൊക്കെയാണ് എപ്പോഴും വരുന്നിരുന്നത്. വെൽക്കം ടു ഗാലറി വിഷൻ മീഡിയ. ഇന്ന് എന്റെ കൂടെ വെരി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ഉണ്ട്. നമ്മുടെ 90s കിഡ്സിന് ഭയങ്കര സ്പെഷ്യൽ ആണ് ഇദ്ദേഹം. ഇദ്ദേഹത്തെ ഞാൻ നാട്ടിൽ വെച്ച് പിടിക്കാൻ നോക്കി, പക്ഷെ എനിക്ക് തന്നില്ല. ഇവിടെ ദുബായിലിട്ട് ഞാൻ പിടിച്ച്. ഞാൻ ആദ്യം ഇയാളെ പരിചയപ്പെടുന്നതിന് മുമ്പ് ഏറ്റൊരു വീഡിയോ ആണ് കേട്ടോ. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഓക്കെ, കാണിക്കട്ടെ. പുള്ളിനുദൂരെ ചന്ദനക്കാട്ടിൽ കൂടുണ്ടേ. ക്യാമറ ഒന്ന് ഇങ്ങോട്ട് പോസ് ചെയ്തേ. സെയിം ലുക്ക്. അല്ല, ഇതേപോലെ അന്നേട്ടാ ഒരു വെൽക്കം പറയുന്നതിന് മുന്നേ ഒന്ന് അങ്ങനെ നിന്ന ഇപ്പൊ നിന്ന പോലെ ഇതിലൊരു പോസ്റ്റ് ഉണ്ടല്ലോ ഇങ്ങനെ നിക്കുന്നേ. പലരും അങ്ങനെ പറയാം, അന്നങ്ങനെ സംഭവിച്ചു ഞാൻ നിക്കണെന്ന് എനിക്കറിയാം. അതെ, ഞാൻ വെൽക്കം ചെയ്യട്ടെ. ഓക്കെ, നമ്മുടെ കൂടെയുള്ള നമ്മുടെ വണ്ണാത്തിപ്പുള്ളിലെ നായകനായ ഷിനോയ്. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ഞങ്ങളെ ഈ 90s കിഡ്സിന്റെ ഒക്കെ ഭയങ്കരമായിട്ടുള്ള കുറച്ച് ആൽബങ്ങളേ ഉള്ളൂ. അതിൽ ഭയങ്കരമായിട്ട് വൈറൽ ആയിട്ടുള്ള ഒരു ആൽബമാണ് ഇത്, വണ്ണാത്തി അല്ലേ? അതിൽ നിങ്ങൾ വരുന്ന ഒരു സീൻ, അവിടെ ഇരിക്കുന്ന ഒരു സീൻ, ഇങ്ങനെ പൂ കാണിക്കുന്ന ഒരു സീൻ എല്ലാം നമുക്ക് കാണാൻ പറ്റില്ല. അതിനു മുമ്പ് ഞാൻ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി കുറച്ച് ശ്രമം സമ്മതിക്കില്ല. എന്താണ് ഇതിന്റെ ഒരു പൊരുളെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ നാട്ടിലപ്പോ പുള്ളിന്റെ അടുത്ത് ഞാൻ എപ്പോഴും പറയും, ചേട്ടാ ഇന്റർവ്യൂവിന് റെഡിയാണോ എങ്കിൽ എന്റെ അടുത്ത് പറയും, മോളെ ഞാൻ ദുബായിലാണ് ഇവിടെ വന്നേ പാടും. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇന്റർവ്യൂ എടുത്താലോ? ഞാൻ ദുബായിലാണ്. കുഴപ്പമില്ലേട്ടാ, ഞാനും ദുബായിലുണ്ട്. അല്ല, എനിക്ക് അതിന്റെ ഒരു എത്രയോ ആൾക്കാർ പുറത്ത് വേറെ ഉണ്ട്. ഈ കാര്യം ശരി, ആ പാട്ടൊന്ന് ദൈവം സഹായിച്ച് നല്ല രീതിയിൽ രക്ഷപ്പെട്ടു. അതിന്റെ ഫുൾ ക്രെഡിറ്റ് ശ്യാം ധർമ്മനും ഉദയശങ്കരനും ഉദയേട്ടനും ഒക്കെയാണ്. പക്ഷെ ഇത് എന്തിനാണ് ഞാൻ ഇതിൽ വന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പറഞ്ഞാൽ മനസ്സിലാവൂല. എത്ര വർഷമായി 2007 2007. അപ്പം 10 വർഷമായി. 20 വർഷം അല്ലേ? 18-19 ഇയേഴ്സ് ആവാനായി. 19 വർഷങ്ങൾക്കിപ്പുറം ഇവിടെ ഈ ദുബായിൽ ഇങ്ങനെ വിളിച്ചിരിക്കുമ്പോ ഏട്ടൻ എന്ത് തോന്നുന്നു? അല്ല, അത് കഴിഞ്ഞ് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. പക്ഷെ ഇപ്പോഴും നമ്മളുടെ ലൈഫിൽ എവിടെ പോയാലും നമ്മളെ തിരിച്ചറിയുന്ന എല്ലാവരും അത് ഒരു മിനിറ്റ് ഒന്ന് ഇങ്ങനെ നോക്കും. എന്നിട്ട് ഒന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ചുറ്റുമാറിയൊക്കെ ഇങ്ങനെ കുറിച്ച് നമ്മളോട് ചോദിക്കും. ഇത്രയും കാലം നമ്മൾ ചെയ്തു എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, പക്ഷെ ഈ പാട്ടാണ് ഇപ്പോഴും നമ്മുടെ ഒരു ഐഡന്റിറ്റി. പിന്നെ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഏട്ടനെ പറ്റി കൂടുതൽ അറിയണം. നമുക്ക് അതിലുള്ള ഒരു നായകൻ മാത്രമേ അറിയുള്ളൂ. ചേട്ടൻ ആരാണ്, എന്താണ്, എവിടെ നിന്ന് വരുന്നു, എങ്ങനെ പോകുന്നു, ഇപ്പൊ എന്ത് ചെയ്യും? പ്രത്യേകിച്ച് അങ്ങനെ അറിയാനുള്ള വലിയ കലാപരിലൊന്നുമില്ല. നമ്മൾ ജീവിക്കാൻ വേണ്ടിയുള്ള ഓരോ പരിപാടികളായിട്ട് മുന്നോട്ടേക്ക് പോകുന്നു. അന്ന് ശരിക്കും നമ്മള് സിനിമ ഭയങ്കരമായിട്ട് നമ്മൾക്ക് തലക്ക് പിടിച്ചൊരു സമയമായിരുന്നു. ഞാന് ഇവിടെ 2003 മുതൽ എമിറേറ്റ്സ് ബാങ്കിൽ ഇവിടെ ജോലി ചെയ്യായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കാനായിട്ട് എനിക്കൊരു ഓഫർ വന്നു. അങ്ങനെ ഞാൻ ജോലിയൊക്കെ ഉപേക്ഷിച്ച് നാട്ടിൽ പോയി. പക്ഷെ അത് പതിവ് പോലെ അത് വർക്കൗട്ട് ആയില്ല. അതിന്റെ പുറകിലൊക്കെ പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉദയേട്ടന്റെ മുൻപ് ഞാൻ ആദ്യം ചെയ്ത ആൽബം ശരിക്കും ഇതല്ല, ഒരു ഹിന്ദി ആൽബമാണ് ചെയ്തത്. സാസ് എന്ന് പറഞ്ഞിട്ടൊരു ആൽബമാണ് ചെയ്തത്. ഉദയേട്ടൻ തന്നെയായിരുന്നു അതിന്റെ ഡയറക്ടർ. അത് ഇങ്ങനെ എനിക്ക് തോന്നുന്നു അന്നും ആൽബങ്ങളൊന്നും
ഇല്ല ശരിക്കും. 2000-ലാണ് നമ്മളത് ഷൂട്ട് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഈ ട്രെൻഡ് വന്നത്. അപ്പൊ ആ ഒരു പരിചയത്തിൽ ഉദയേട്ടൻ എന്നെ വീണ്ടും വിളിച്ചു. അങ്ങനെ ശരി ഓക്കെ. അപ്പൊ നമ്മൾ സിനിമ എപ്പോ തുടങ്ങും എന്നുള്ളൊരു അനിശ്വാസത്തിൽ നിൽക്കുന്ന സമയത്താണ് നമ്മളിത് ചെയ്തത്. അങ്ങനെ ആൽബം അങ്ങനെ തോന്നിയോ? അന്ന് ഇതൊക്കെ പുതിയതല്ലേ, അന്ന് ശരിക്കും നമുക്കൊരു ആൽബത്തിലൊക്കെ ചാൻസ് കിട്ടാന്നൊക്കെ പറഞ്ഞ വലിയ കാര്യമാണ് അന്ന് ശരിക്കും. അങ്ങനെ അങ്ങ് ചെയ്തു. എന്തോ ദൈവസഹായത്താൽ അതങ്ങ് ക്ലിക്കായി. അതില് ഉദയേട്ടന്റെ പങ്ക് ഭയങ്കരമുണ്ട്, പാട്ടുണ്ട്, ആ പെൺകുട്ടി സൗമ്യ. അല്ല പണ്ട് ഞാനിങ്ങനെ നോക്കുമായിരുന്നു ഇതിന്റെ ഇതൊക്കെ കാണുമ്പോഴേ, ഈ നമ്മളെ കുറിച്ച് ആരും ചോദിക്കുന്നില്ലല്ലോ, സൗമ്യനെ കുറിച്ച് മാത്രമല്ലേ ആൾക്കാർ ചോദിക്കുന്നുള്ളൂ. ഞാൻ കുറെ കണ്ടു. അത് ഇപ്പോഴാ റീസെന്റ് ആണ്. ശരിക്കും മുൻപ് അന്നത്തെ കാലത്ത് ശരിക്കും സൗമ്യനെ കുറിച്ച് ഭയങ്കര, എനിക്ക് സൗമ്യ സിനിമയിലൊക്കെ വരണം, പിന്നെ അവള് പിടിക്കുക അടിപൊളിയാ. സൗമ്യ സിനിമയിൽ വരണം എന്നൊക്കെ എനിക്കും ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. അന്ന് 1-2 ഓഫറുകളൊക്കെ സൗമ്യക്ക് വന്നതുമാണ്. പിന്നെ അത് നടന്നില്ല, എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, അത് നടന്നില്ല. അപ്പൊ ഞാനും ഇങ്ങനെ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളാരും ചോദിക്കുന്നില്ലല്ലോ, എല്ലാവർക്കും സൗമ്യനെ മതി. പിന്നെ ഞാൻ എൻ്റെ ജോലിയും ബിസിനസ്സും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ടേക്ക് പോയി. ഇപ്പൊ ഇവിടെ ദുബായിൽ കുറച്ച് ബിസിനസ്സുകളുണ്ട്. ഇപ്പോഴും ഞാൻ ചോദിച്ച ഉത്തരം എനിക്ക് കിട്ടിയില്ല. എനിക്ക് ഇപ്പോഴും അറിയേണ്ട എന്റെ ചോദ്യം ഇതായിരുന്നു, പക്ഷെ എന്റെ വേറെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ. ഞാൻ അത് കഴിഞ്ഞ് 1-2 ആൽബങ്ങളിൽ വേറെ അഭിനയിച്ചു. സജി മില്ലിയത്തിന്റെ കുറച്ച്. പിന്നെ എന്താണ് ചോദ്യം, എന്ത് ചെയ്യുന്നതല്ല ചോദ്യം. നിങ്ങള് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. ഷിനോയ് ഏട്ടൻ എവിടെയാ നാട്ടില്, അങ്ങനെ. ശരി. അപ്പൊ ഞാൻ ക്യാമറ നോക്കി തന്നെ പറയാം. എൻ്റെ പേര് ഷിനോയ് മാത്യു എന്നാണ് പേര്. എൻ്റെ വീട് ശരിക്കും പാറക്കടവ് എന്ന് പറയും, നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അടുത്ത്. ഇപ്പം ഞാൻ താമസിക്കുന്നത് വാഴക്കാലയാണ്. കല്യാണം കഴിച്ചു, 2 കുട്ടികളുണ്ട്, 2 പെൺകുട്ടികളാണ്. മൂത്താള് സാറ, ഇളയാള് സമന്ത. അവര് ജെംസ് സ്കൂളിൽ പഠിക്കുന്നു. ദൈവം സഹായിച്ച് വലിയ കുഴപ്പമില്ലാതെ നമ്മളിങ്ങനെ കുഴപ്പത്തിലാക്കാൻ വേണ്ടി ഞാൻ വിളിച്ചിട്ടുണ്ട്. അതാണോ അറിയില്ല, അത് കഴിഞ്ഞാൽ അറിയുള്ളൂ കുഴപ്പത്തിലാക്കാനാണോ എന്തിനാണെന്നുള്ളത്. അത് നമ്മളെന്തായാലും അതായിട്ട് ശക്തമായി മുന്നോട്ട് പോകുന്നു. ബാക്കി നമുക്ക് നോക്കിയിരുന്നു. ഓക്കെ, ഇനി ഞാൻ ചോദിക്കണം വിചാരിച്ചിരുന്നു എങ്ങനെ ആൽബത്തിലെത്തി. ഇനിയിപ്പോ എന്തായാലും ചോദിക്കേണ്ട, കറക്റ്റ് ആയിട്ട് അത് അറിഞ്ഞു. അല്ല, അതിലൊരു കാര്യം കൂടെ ഉണ്ട്. അങ്ങനെ ആൽബത്തിൽ എത്തി എന്ന് പറഞ്ഞ ചോദ്യത്തിന് ഒരു കാര്യം കൂടെ ഉണ്ട്. അത് ഞാൻ തന്നെ പറയുന്നത് ശരിയല്ല, എന്നാലും പറയൂ, വേറെ ആര് പറയുന്നത്. അതായത് അഭിഷേക് ബച്ചന്റെ റെഫ്യൂജി എന്ന് പറഞ്ഞൊരു സിനിമ, പണ്ട് ആദ്യത്തെ സിനിമ റെഫ്യൂജി ആയിരുന്നു. അന്ന് ശരിക്കും ഞാൻ ഭയങ്കര മെലിഞ്ഞ് ഒക്കെ ആയിരുന്നു, മെലിഞ്ഞിട്ടായിരുന്നു. ഇപ്പൊ ഇത്തിരി വണ്ണമൊക്കെ വെച്ചു. അന്ന് ഓൾമോസ്റ്റ് ഭയങ്കര ഫെമിലാരിറ്റി ഉണ്ടായിരുന്നു അഭിഷേക് ബച്ചനായിട്ട്. അങ്ങനെ അതായിരുന്നു നമ്മുടെ അന്നത്തെ ഒരു ഐഡന്റിറ്റി. അഭിഷേക് ബച്ചൻ ആദ്യമായിട്ട് അഭിനയിച്ചപ്പോ സത്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, ഞാനൊരു ബാംഗ്ലൂർ ഒരു സ്ഥലത്ത് 10th മുതൽ 12th വരെയുള്ള ഓൾ ഇന്ത്യ കുട്ടികളുടെ ഒരു മീറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഞാൻ ബാംഗ്ലൂർ പഠിക്കുകയാണ്. അവിടെ പാടാൻ വേണ്ടി പോയി. എനിക്ക് കുറച്ച് പാട്ടിന്റെ അസുഖമുണ്ട്. അപ്പൊ കുറേശ്ശെ പാടും. അപ്പൊ പാടാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പോ ജൂനിയർ അഭിഷേക് ബച്ചൻ എന്ന് പറഞ്ഞ് ഞാൻ ഓട്ടോഗ്രാഫ് കൊടുത്ത് സത്യം അന്നാണ് എനിക്ക് ശരിക്കും ഈ ഇതിന്റെ ഒരു കിക്ക് ലഹരി നമ്മളെ ബാധിക്കില്ല. അതുവരെ എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ അത്യാവശ്യം കോളേജ് പാട്ട് പരിപാടി ഒക്കെ ഇങ്ങനെ പോയിരിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ ഇതെന്നെ ഭയങ്കരമായിട്ട് എന്നെ അങ്ങ് സ്വാധീനിച്ചു. അവിടെ നിന്നാണ് എനിക്ക് ഈ ഫെയിം അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു എത്തണം. അല്ലെങ്കിൽ പിന്നെയാണ് ഞാൻ അഭിഷേക് ഇങ്ങനെ കൂടുതൽ സിനിമകളെ, പണ്ടേ ഞാൻ സിനിമ 5ാം ക്ലാസ് മുതലേ ഞാൻ കാണാത്ത സിനിമകളില്ല. അത് പക്ഷെ ഭയങ്കര സിനിമയോടുള്ള ആഭിമുഖ്യം കൊണ്ടൊന്നും ആയിരുന്നില്ല, ഞാൻ കാണുമായിരുന്നു ഇങ്ങനെ. പിന്നെയാണ് ഞാൻ അതിനെക്കുറിച്ച് സീരിയസ് ആവാനും എനിക്ക് ആഗ്രഹമൊക്കെ തോന്നിയത്. അതാണ് ഞാൻ ആൽബത്തിലോട്ട് വരാനുള്ള മെയിൻ റീസൺ. അന്ന് ഉദയേട്ടൻ കണ്ടപ്പോൾ ഇങ്ങനെ കട്ടുണ്ടല്ലോ, നമുക്ക് ചെയ്താലോ, ഹിന്ദി ആൽബം തന്നെ ചെയ്താലോ. ശരി, ഓക്കെ. ആ പരിചയമാണ് അടുത്ത ആൽബത്തിലേക്കൊക്കെ വന്നത്. അപ്പൊ എവിടെയുള്ള ഒരു അഭിഷേക് ബച്ചന്റെ ഒരു സ്വാമ്യം അതിനെന്തോ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ പറയുന്നു എല്ലാവരും. എനിക്ക് തോന്നിയിരുന്നു അന്ന്. ഇന്നിപ്പോ നമ്മൾ കുറച്ച് പ്രായമായതുകൊണ്ടായിരിക്കും പിന്നെ വണ്ണമൊക്കെ വെച്ച് നമ്മൾ എപ്പോഴും വിചാരിക്കും വണ്ണമൊക്കെ കുറച്ചിട്ട് വേണം അടുത്ത ഇന്റർവ്യൂലൊക്കെ ഇരിക്കാൻ. പക്ഷെ സാധിക്കില്ല, ജോലിയും പരിപാടിയൊക്കെ ആയിട്ട്. അങ്ങനെ ഇന്റർവ്യൂ ചെയ്യുന്ന എത്ര വയസ്സിലാ? ഇന്റർവ്യൂ അല്ല, സോറി, അന്ന് ആൽബം ചെയ്ത് എത്ര വയസ്സിലാ? അന്ന് ഞാൻ ഫസ്റ്റ് ഹിന്ദി ചെയ്യുമ്പോ എനിക്ക് 20-21 വയസ്സാണ്. ശരി, നമ്മുടെ ആൽബം ചെയ്യുമ്പോ എൻ്റെ വയസ്സ് ആണ് ഞാൻ പറയുന്നത്, എന്നാലും കുഴപ്പമില്ല.
പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്ത് ബുദ്ധിമുട്ട്? നമ്മളിപ്പോ അങ്ങനെ അന്ന് എനിക്ക് 24 വയസ്സിലാണ് ഞാൻ ആൽബം ചെയ്യുന്നത്. 24 വയസ്സിലാണ് ഞാൻ ചെയ്യുന്നത്. 24ാമത്തെ വയസ്സിലൊരു നായകനായി ആൽബത്തിലെ എന്തായാലും നമ്മളിപ്പോ ഉദ്ദേശിക്കുന്ന എന്താ, എന്ത് ചെയ്താലും കുറെ ആളുകൾ ഓർക്കണം അല്ലെ, നമ്മൾ ഇഷ്ടപ്പെടണം. ഇത്ര 19 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും അതിന്റെ പിന്നാലെ ആളുണ്ടെങ്കിൽ അത് വലിയ സംഭവമാണ്. വലിയ സംഭവമാണ് എന്നെ സംബന്ധിച്ചത്. അത് ആ സമയത്ത് ദൈവം തന്നൊരു ഇതല്ലേ. കാരണം നമ്മൾ എവിടെയോ കിടന്ന് നമ്മൾ കണ്ടു പരിചയപ്പെട്ടു, ഉദയേട്ടനെ കണ്ടു, അങ്ങനെ ചെയ്ത ഒരു മിറാക്കിളാണ് ശരിക്കും. ഇപ്പോഴും ആ പാട്ട് ആൾക്കാരെ ആലോചിക്കുന്നതും, അല്ലെങ്കിൽ സുന്ദരിയേവ എന്ന് പറഞ്ഞ ഹിറ്റ് പാട്ടിന് ശേഷമാണ് ഈ ഒരു ഹിറ്റ് ഉണ്ടാവുന്നത്. പിന്നെ അതിനനുബന്ധിച്ച് കുറെ ആൽബങ്ങൾ അങ്ങനെയൊക്കെ വന്നു. ദൈവത്തിന്റെ ഒരു നിമിത്തം അത്ര നമ്മൾ പറയുന്നു. അതൊരു തുടക്കമാണ് ശരിക്കും എനിക്ക്. തുടക്കം നല്ലതായി എന്തായാലും അല്ലെ. ഓക്കെ. പിന്നെ 2 പെൺകുട്ടികളുണ്ടെന്ന് പറഞ്ഞു, 2 ഗേൾസ് ആണ്. അവര് അച്ഛന്റെ ആൽബം ഇപ്പൊ കാണുമ്പോ എന്താ പറയാറ്? ചെറുപ്പത്തിലെ ഭക്ഷണം കൊടുക്കാനൊക്കെ ആയിട്ട് ഈ പാട്ട് ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട്. അതറിയില്ലട്ടാ, കൊച്ചു വെച്ചിട്ടാണ് ചെയ്യാറ്. പിന്നെ ഇത് പപ്പയല്ലേ അവർ പിള്ളേരുടെ ആദ്യത്തെ ഹീറോ ശരിക്കും നല്ല പറയണേ. പിന്നെ എന്റെ ചേട്ടന്റെ മോളുണ്ടായിരുന്നു, അവളുടെ പേര് തമന്ന എന്നാണ്. അവളും നിങ്ങളെല്ലാം തമന്ന സാമന്ത അല്ലേ? തൃശ ഇല്ല, ഇനി അടുത്തത് ഉണ്ടെങ്കിൽ ആലോചിക്കണം. എന്നെ ഒരു തൃശാന്നാ വിളിക്കുക. വേഗം എഴുതിയോ, കമന്റ് എഴുതിക്കോ. ഓ ശരിയാണ്, എവിടെയോ ഒരു ഓക്കെ ഞാനിപ്പോഴാ ശ്രദ്ധിച്ചേ. അപ്പൊ ഇനി അടുത്ത് തന്നെ സിനിമയിൽ അഭിനയിക്കട്ടെ. വേണ്ടോ, അല്ലെങ്കിൽ തന്നെ എനിക്ക് താഴെ ഇറങ്ങാൻ സമയമില്ല. കുഴപ്പമില്ല, ഒരു ജീവിതമല്ലേ, ഫ്ലൈയിങ്ങാ ഞാൻ. ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ, നമുക്ക് നോക്കാം. അപ്പൊ തമന്നയിൽ എത്തിയിരിക്കുന്നു. തമന്നേനെ നമ്മളിങ്ങനെ തമന്നയ്ക്കായിരുന്നു ഭയങ്കര ഇഷ്ടം വന്ന ഈ സമയത്ത് ഈ പാട്ട്. അപ്പൊ പുള്ളിക്കാരത്തി ഭയങ്കരമായിട്ട് എപ്പോഴും ഈ പാട്ട് പ്ലേ ചെയ്തിട്ടൊക്കെയാണ് എപ്പോഴും വരുന്നിരുന്നത്. അങ്ങനെ പിന്നെ എൻ്റെ മക്കള് വന്നപ്പോഴേക്കും കുറച്ചും കൂടി പാട്ട് ഓൾഡായി, അവര് പുതിയ പാട്ടുകളുടെ ഇതിലേക്ക് പോയി. എന്നാലും പിള്ളേർക്ക് ഞാനന്ന് 1-2 സിനിമയിലൊക്കെ അഭിനയിച്ചിരുന്നു കുട്ടികളുള്ള സമയത്ത്. അപ്പൊ അവർക്ക് കൂടുതലും ആൽബത്തിനേക്കാളും സിനിമയിലെ ഇതൊക്കെയാണ് അവർക്ക് താല്പര്യം വരുന്നത്. പക്ഷെ അതൊരു കുട്ടികൾ, എൻ്റെ മക്കൾക്ക് എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇപ്പൊ കുട്ടികൾ കുറച്ച് വലുതായില്ലേ? പിന്നെ മൂത്താൾ 8ലായി. അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു ശരിക്കും ആൾക്കത് മനസ്സിലാവേണ്ട പ്രായമായി. ഇപ്പൊ എന്തെങ്കിലും ചോദിച്ചിട്ടൊക്കെ ഉണ്ടോ? അങ്ങനെ ഒരു SP ഇതുവരെ ശ്രമിച്ചിട്ടില്ല. സെൽഫ് പ്രൊമോഷൻ വീട്ടിൽ ഇങ്ങനെ കാണിച്ചിട്ട് എങ്ങനെയാണ് ഞാൻ ചോദിച്ചിട്ടില്ല. അങ്ങനെ അറിയാം, കുട്ടികൾക്കൊക്കെ അറിയാം, ഇങ്ങനെ പറയാറുണ്ട്. എന്റെ വേറെ കുറെ തനിപ്പാളിയ കുറെ ആൽബങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വെച്ച് എന്നെ ട്രോളാണ് അവരുടെ മെയിൻ പരിപാടി. വേണ്ട ഓർമ്മയില്ല, പേര് ഓർമ്മയില്ല. കഴിഞ്ഞിട്ട് നമുക്ക് പറയാം, ഇത് കഴിഞ്ഞിട്ട് പറയാം. വീഡിയോ ഓഫ് ചെയ്തിട്ടാ പിന്നണി പറയാം. കാരണം എനിക്കത് കാണുമ്പോൾ തന്നെ നമ്മൾക്ക് കൂടെ ചിരിക്കാനുള്ള ചില ആൽബങ്ങളൊക്കെ. ഞാൻ ചോദിച്ചു ആ പുള്ളീന്റെ അടുത്ത്, ഏട്ടാ ഈ 2 ആൽബം അല്ലാതെ വേറെ ആൽബം അതൊന്നുമില്ല, ബാക്കിയൊക്കെ പൊട്ടിയതാണ്. പൊട്ടിന്ന് പറഞ്ഞാല് അതൊക്കെ വന്നു റിലീസായി എന്നല്ലാതെ അപ്പോഴേക്കും ഇതങ്ങ് ആൽബം ഒരുപാടായി പോയി. അന്ന് ഈ മിഴിനീരോ അല്ലെങ്കിൽ സുന്ദരിയൊക്കെ ഇറങ്ങുമ്പോൾ അധികമില്ല, നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പിന്നെ ഇതിങ്ങനെ എല്ലാവരുമായി ഒരു ക്യാമറ എടുത്ത് എല്ലാവരും ആൽബം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കായി. അപ്പൊ അത് പാളിപ്പോയി. ഞാൻ ചോദിക്കട്ടെ, ഒരുപാട് ആൽബം ചെയ്തു, ഫസ്റ്റ് കിട്ടി, അത്ര വലിയൊരു സ്വീകാര്യത കിട്ടാതെ ആയപ്പോ ടെൻഷനായോ? പിന്നെ പിന്നോട്ട് വലിഞ്ഞതാണോ? അതൊരു കാരണം അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇങ്ങനെ ഇല്ല. അന്ന് നമുക്ക് സിനിമയിലൊന്നും ഒരു അവസരം ചോദിക്കാൻ ഒരു ഓപ്ഷനോ ഒന്നും അന്നില്ല ശരിക്കും. ഒരുപാട് നടന്നിട്ടുണ്ട്. എന്നെ ചില സംവിധായകരൊക്കെ 5:30 വരാൻ പറഞ്ഞിട്ട് ലൊക്കേഷനിലോട്ട് ഒരു മനുഷ്യനില്ല അവിടെ, നമുക്കിട്ട് അവര് നമ്മളെ വെക്കുന്നതാ. നമ്മള് പിന്നെ പോയി ട്രൈ ചെയ്തു, അങ്ങനെയൊക്കെ കുറെ സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്ന് ഇങ്ങനെ ഒരു സാഹചര്യം ഇല്ല. നമുക്ക് ഇങ്ങനെ ഒരാളെ സമീപിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഫോണിൽ നമുക്ക് വിളിക്കാനുള്ളൊരു ഓപ്ഷൻ അന്നില്ല. അപ്പൊ നമുക്ക് പിന്നെ ട്രൈ ചെയ്യാനും ഇല്ല. ഇപ്പൊ നമ്മളിങ്ങനെ ഓരോ പടം ഉണ്ടാക്കാൻ നടക്കും, ഒരു എന്തെങ്കിലും ഡയറക്ടറിന്റെ കൂടെ നമ്മൾ അവർക്ക് പ്രൊഡ്യൂസർ ഉണ്ടാക്കാനൊക്കെ നമ്മളിങ്ങനെ കുറെ നടന്ന് അങ്ങനെ പിന്നെ ഇവിടെ വന്നു. ഇവിടെ നമ്മള് കുറച്ച് ബിസിനസ് ഒക്കെ ഇങ്ങനെ. ഇവിടെ ബിസിനസ്സാണ്. ഞാൻ തന്നെയല്ല, പാർട്ട്നേഴ്സ് ഉണ്ട്. അങ്ങനെ അവരുടെ കൂടെ ഇങ്ങനെ മെയിനായിട്ട് എൻ്റെ ഒരു അക്കീഫ് എന്ന് പറഞ്ഞൊരു ബിസിനസ് പാർട്ട്ണർ ഉണ്ട്. അദ്ദേഹമാണ് മെയിനായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മൾ അതിന്റെ ഓരത്തെ കൂടെ ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ, കാരണം നമുക്ക് സിനിമയാണ് സിനിമ വിടില്ല, നമ്മൾ സിനിമയിൽ തന്നെ ഉണ്ട്. പുള്ളി ഒരുപാട് എത്ര സിനിമ ചെയ്തു ഇപ്പൊ?
ഞാനൊരു 2-3 സിനിമയോളം അഭിനയിച്ചു ശരിക്കും. മലയാളത്തില് വേനൽ മരം എന്ന് പറഞ്ഞ സിനിമ ബാലനായകൻ ഞാൻ വില്ലനായിട്ട് അഭിനയിച്ചു. പിന്നെ അതില് ബലാത്സംഗ വീരനായിരുന്നു. അതെ വേറെ വേർഷനായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഒരു സിനിമയെ കഴിയുമ്പോഴേക്കും നമുക്ക് ഭയങ്കര നമ്മളോട് ചാൻസ് ചോദിക്കുന്ന കുട്ടികൾ നമുക്ക് ശരിക്കും സങ്കടം വരും. അങ്ങനെയൊന്നും സിനിമയിൽ റോള് വരില്ല. ഇവര് വിചാരിക്കുന്ന ഒരു ഡയലോഗുള്ളൊരു സീൻ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത പടം ഒരുപാട് വരും എന്നാണ്. അതൊക്കെ വെറുതെ തെറ്റിദ്ധാരണയാണ്. അത് കഴിഞ്ഞിട്ട് തമിഴ് വിമൽ എന്ന് പറഞ്ഞൊരു ഹീറോ ഉണ്ട്, കളവാണി പസങ്കയൊക്കെ അഭിനയിച്ച നല്ല ഹീറോ ആണ് വിമല്. സനൂഷയായിരുന്നു ഹീറോയിൻ, ഞാൻ വില്ലൻ. അങ്ങനെ നമ്മളൊരു പടം തമിഴിൽ ചെയ്തു. പിന്നെ റൊമ്പ നല്ല വണ്ടാനി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, അത് എ വെങ്കടേഷ് എന്ന് പറഞ്ഞ വിജയുടെ ഭഗവതി ചിമ്പുവിന്റെ ദമ്മൊക്കെ ചെയ്തൊരു ഡയറക്ടർ ചെയ്തിരുന്നു. അതിലൊരു ഓൾമോസ്റ്റ് ഹീറോ പോലത്തെ ഒരു വേഷമായിരുന്നു. അങ്ങനെയൊക്കെ അത് ചെയ്തു. പിന്നെ എനിക്ക് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലത് ചെയ്യണം എന്നൊരു ആഗ്രഹമായിരുന്നു അന്നും ഇന്നും ഉള്ളത്. നമ്മളങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട് പോയി ചെയ്യുക എന്നുള്ളൊരു ഇൻട്രസ്റ്റ് എനിക്ക് അന്നും ഇന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പതുക്കെ സിനിമ നിർമ്മിച്ചു. ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് ലോനപ്പൻ്റെ മാമോദിസ എന്ന് പറഞ്ഞ ജയറാമേണ്ണ വെച്ചുള്ള പടമാണ്. ഞാൻ നിർമ്മിച്ചു എന്ന് പറഞ്ഞാലും ഞാൻ അതിൻ്റെ ഒരു നെറ്റിപ്പട്ടം കെട്ടി ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ്. നമ്മളിത് കോർഡിനേറ്റ് ചെയ്യാണ് ശരിക്കും. നമ്മുടെ സുഹൃത്തുക്കളെയും നമ്മളുടെ ഫാമിലിയിലുള്ളവരെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അറേഞ്ച്മെന്റ് ചെയ്തിട്ട് ഞാനത് ഓർഗനൈസ് ചെയ്യുന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ വെടിക്കെട്ട് ലോനപ്പൻ്റെ മാമോദിസ ചെയ്തു. അതിനുശേഷം വെടിക്കെട്ട് എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. ബിപിൻ ജോർജ്, വിഷ്ണു ഉണ്ണികൃഷ്ണൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്തു. പിന്നെ വോയിസ് ഓഫ് സത്നാഥൻ, ദിലീപേട്ടൻ്റെ വോയിസ് ഓഫ് സത്നാഥൻ ചെയ്തു. പിന്നെ നമ്മളൊരു ഫഹദിന്റെ പടം വെയിറ്റിംഗ് ആണ്. അതിന് കുറച്ച് കാലമായിട്ട് നമ്മൾ അതിന്റെ പുറകിലുണ്ട്. പിന്നെ 1-2 പ്രൊജക്റ്റ് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ എനിക്ക് സ്വന്തമായിട്ട് മാറ്റ്നി ലൈവ് എന്ന് പറഞ്ഞ ഒരു OTT പ്ലാറ്റ്ഫോം ബഡ്ഡിങ് ആയിട്ട് നമ്മുടെ ഉണ്ട്. അപ്പൊ അത് നമ്മളൊന്ന് തുടങ്ങിയിരുന്നു. പുതിയ ആൾക്കാർക്കൊന്ന് അവസരം കൊടുക്കണം എന്നൊക്കെ ഉള്ള ഒരുപാട്, കാരണം എനിക്ക് എൻ്റെ യാത്ര അറിയാവുന്നതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചു. അതിന് ചെറിയൊരു ബ്രേക്കിലാണ് നമ്മളിപ്പോൾ അതും പതുക്കെ തിരിച്ചു വരും. അങ്ങനെ സിനിമയാണ് നമ്മളുടെ ലക്ഷ്യം. ഇപ്പൊ എനിക്ക് തോന്നുന്നു ദിലീപേട്ടനെ വെച്ചിട്ട് ഒരു പടം ചെയ്തു. എനിക്ക് ദിലീപേട്ടന്റെ ഒരു വലിയൊരു ഇഷ്യൂ നടക്കുന്ന സമയത്താണെന്ന് തോന്നുന്നുണ്ട് ചേട്ടൻ ദിലീപേട്ടനെ വെച്ച് ചെയ്യുന്നത്. അതും പ്രൊഡക്ഷൻ ആണ്, പ്രൊഡ്യൂസർ ആണ്. നമ്മുടെ കയ്യിൽ നിന്ന് കുറെ പൈസ പോവും. അന്ന് വലിയൊരു ഇഷ്യൂ നടക്കുന്ന ടൈമാണ്. അപ്പൊ എങ്ങനെ ചേട്ടൻ ആ ഒരു ധൈര്യം വന്നു ദിലീപേട്ടനെ വെച്ച്? നമ്മളന്ന് ശരിക്കും ഞാൻ മലയാളത്തിലെ ആദ്യ സിനിമ, ഞാനൊരു പ്രൊഡ്യൂസർ ആവണമെന്നും തീരുമാനിച്ച ആളല്ല. ആദ്യമായിട്ട് ചെയ്യാൻ തീരുമാനിച്ച ഒരു സിനിമ എന്ന് പറഞ്ഞ ഡയറക്ടർ സിദ്ദിഖ് സാറായിട്ട് എനിക്ക് നല്ല അടുപ്പുണ്ടായിരുന്നു. അദ്ദേഹം കൂടെ ബോഡി ഗാർഡിന് ശേഷം ദിലീപേട്ടനും നയൻതാരയും കൂടി ഒരു പടം എന്നോട് സിദ്ദിഖ് സാർ ഇങ്ങനെ പറഞ്ഞിരുന്നു. ശരി, അപ്പോൾ സിദ്ദിഖ് സാറിന്റെ പ്രൊഡക്ഷനിൽ നമ്മൾ കൂടെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ചർച്ചകൾ നോക്കിയത്. അങ്ങനെ ആ സിനിമ മുന്നോട്ട് പോകുന്ന സമയത്താണ് ദിലീപേട്ടന് ഇങ്ങനെ ഒരു പ്രശ്നം വന്ന് കൂടുതൽ ഇഷ്യൂ ഒക്കെ ആവുന്നു. അപ്പൊ എനിക്ക് സിദ്ദിഖും ദിലീപൊക്കെ തമ്മിൽ വളരെ നല്ല ബന്ധം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ ഇടയ്ക്കപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് വളരെ കൂടുതലായിട്ട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പം നമുക്ക് ഓരോരുത്തർക്കും ഓരോ പലതരത്തിലുള്ള വീക്ഷണമുണ്ട്. നമുക്കറിയാവുന്ന ആൾക്കാരുടെ എന്നുള്ള വിവരങ്ങളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ സ്വാധീനിക്കുക. അപ്പോൾ നമുക്ക് സത്യം എന്തോ എന്നൊക്കെ വേറെ ഭാഗം. എനിക്കറിയാവുന്ന വിവരം വെച്ചിട്ട് എനിക്ക് ദിലീപേട്ടൻ ഒരിക്കലും ഇത് ചെയ്യാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞൊരു ലോജിക്കാണ് എന്നെ ഏറ്റവും കൂടുതൽ അതിലേക്ക് ഞാൻ വിശ്വസിച്ചത്. അദ്ദേഹം അത് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അത് ഇപ്പം നമ്മളൊരു അയാളെ അധികം അടുപ്പം എനിക്ക് ദിലീപേട്ടനായിട്ട് ഇല്ല, എന്നാലും നമ്മൾ കുറച്ച് അടുപ്പത്തിൽ തന്നെ കണ്ടപ്പോഴും നമുക്ക് അങ്ങനെ എനിക്ക് സംശയമാണ്. വളരെയധികം കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ടു വന്ന ബുദ്ധിമാനായ ഒരു മനുഷ്യനാണ് ദിലീപേട്ടൻ. ഇങ്ങനൊരു കാര്യം ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പം അങ്ങനെ ഒരു കൺവിക്ഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ശരിക്കും ആ സിനിമയിലേക്ക് നമ്മൾ തുടങ്ങിയത്. പിന്നെ രണ്ടാമത് കേസ് വന്നു കഴിഞ്ഞപ്പോൾ അത് കുറച്ച് വലുതായി, ആകെ വാളിവിളിയായി. പിന്നെ സിനിമ കുറെ കഴിഞ്ഞിട്ടൊക്കെയാണ് പടം റിലീസായത്. അപ്പൊ അങ്ങനെ ഞാനെന്നും എനിക്ക് മറ്റേ ആ കുട്ടിക്ക് 100% അങ്ങനെ സംഭവിക്കരുതായിരുന്നു, അതിന് നീതി കിട്ടണം എന്നുള്ളത് 100% നമ്മൾ അതിൻ്റെ കൂടെയാണ്. പക്ഷെ ദിലീപേട്ടൻ ചെയ്തതെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. 100% നമ്മളങ്ങനെ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ആ പടം ചെയ്തു. ഇപ്പോഴും ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ വളരെ വിരളമായിട്ട് എപ്പോഴെങ്കിലും ഒരു ഒന്ന് വിളിച്ചാൽ അങ്ങനത്തെ ഒരു സൗഹൃദമുണ്ട്. അങ്ങനെ പ്രൊഡ്യൂസർ പുള്ളി കേസ് വിമുക്തനായിരിക്കുകയാണ്. അപ്പോ വിളിച്ചിരുന്നോ? ഇല്ല. അങ്ങനെയുള്ള ഒരു അടുപ്പൊന്നും നമ്മൾ തമ്മിൽ ഇല്ല. സിനിമയിൽ പൊതുവെ ഒരു സിനിമ കഴിഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന സൗഹൃദമേ ശരിക്കും സിനിമയിലുള്ളൂ. പ്രത്യേകിച്ച് നമ്മളുടെ പടം സൂപ്പർ ഹിറ്റ് ഒന്നും ആയില്ലല്ലോ. അപ്പോൾ പടം ഹിറ്റായാലാണ് വീണ്ടും നമ്മൾ അടുത്തതിലേക്ക് പോവുള്ളൂ. പക്ഷേ നമ്മളെ വിളിച്ചാൽ ദിലീപേട്ടൻ ഫോൺ എടുക്കും. എപ്പോൾ വിളിച്ചാലും എടുക്കും, അല്ലെങ്കിൽ തിരിച്ചു വിളിക്കും. പിന്നെ നമ്മളങ്ങനെ അതിനെ
ഒരു സെലിബ്രിറ്റി അല്ലേ, നമ്മളത് മിസ്യൂസ് ചെയ്യുക, നമ്മളെപ്പോഴും വിളിക്കുക, അങ്ങനെയുള്ള അടുപ്പത്തിനൊന്നും നമ്മൾ അങ്ങനെ പോവാറില്ല. അതിന്റെ ആവശ്യമില്ല. ഓക്കെ, നമുക്ക് എനിക്ക് തോന്നുന്നു ഷിനോയേട്ടന്റെ വണ്ണാത്തി അല്ലാതെ ഹിറ്റായ വേറൊരു ആൽബം കൂടി ഉണ്ട്. അതേതാ അത്? ചെമ്പകപ്പൂവിൻ. ഒന്ന് പാടിയേ. പാടണോ? ആ, ചെമ്പകപ്പൂവിനഴകൊത്ത പെണ്ണെ നീ കൽബനിക്കായി തരുമോ, ഇനി മരണം വരെ പിരിയില്ല എന്റെ പൊന്നെ. അത്ര എനിക്ക് ഓർമ്മയുള്ളൂ. ഒന്ന് കാണിച്ചു തരട്ടെ. അപ്പൊ ഒന്നും കൂടി നമുക്കൊരു ആ കുട്ടി എന്നാ രഞ്ജുഷയാണ് അതിൽ അഭിനയിച്ചത്. ആഹാ, ഒരു ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു പറയുമ്പോഴേ അത് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നൊരു പേടി. ചില വിഷലൊക്കെ അങ്ങനെ ഇരുന്ന് ഞാനാന്നല്ലേ കൊള്ളായിരുന്നു. നൈസ്. ഇതൊക്കെ ഇന്ന് കാണുമ്പോൾ എന്ത് തോന്നുന്നു? എന്നെ ട്രോളുന്നു പറയുന്നതായിരിക്കും എന്റെ ശരി. വീട്ടിൽ ഇതൊക്കെ കാണുമ്പോ എന്നെ ഇങ്ങനെ ആൽബം കണ്ട് ട്രോളുന്നുണ്ടോ? അതില് ചില ലുക്കൊക്കെ കണ്ട് അവരൊക്കെ അങ്ങനെ വേണ്ട, ഞാൻ തന്നെ എന്നെ പറയാൻ അതെ അതുകൊണ്ട് അത് പറയാറുണ്ട്. പിന്നെ അതിന്റെ ഇടയിൽ ചെറിയൊരു ഡാൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ പറയാറുണ്ട്. അങ്ങനെയൊക്കെ നമ്മളെ വെച്ച് ഇങ്ങനെ തേക്കുന്ന പരിപാടി. അപ്പൊ എന്ത് ചെയ്യും? നമ്മള് കണ്ട് ആസ്വദിക്കില്ലേ, നമ്മളിപ്പോ അത് കണ്ട് വളരെ ഇല്ല. എനിക്ക് ആ ആൽബം എനിക്ക് ചെയ്യണ്ടായിരുന്നു തോന്നിയിട്ടില്ല. എന്താ ചെയ്യണ്ടായിരുന്നു തോന്നിയ? അയ്യോ അത് വേണ്ട, അല്ല എനിക്ക് അതിന്റെ പേര് ഓർമ്മയില്ല. ചെയ്യണ്ടായിരുന്നല്ല, കാരണം നമുക്ക് ഓരോന്നും ഓരോ എക്സ്പീരിയൻസ് അല്ലേ. സത്യം പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു അഭിനേതാവൊന്നുമല്ല. നമുക്ക് അങ്ങനെ ഒരു ആക്ടർ എന്ന് പറയാനുള്ള ട്രേറ്റ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ നമുക്ക് സംശയമാണ് ശരിക്കും. ഇത്ര പടങ്ങൾ അഭിനയിച്ച് വളരെ കുറച്ചല്ലേ അഭിനയിച്ചുള്ളൂ. അപ്പൊ നമുക്ക് എക്സ്പീരിയൻസ് ആണ് ശരിക്കും എല്ലാം. അപ്പൊ അത് അങ്ങനെ ഒരു അവസരം കിട്ടി, നമ്മൾ ചെയ്തു നോക്കി, ഉളുപ്പില്ലാതെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. ചിലത് പാളി, ചിലത് പാളില്ല. അങ്ങനെ സീസൺസ് ഓഫ് ലവ് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്തു. അങ്ങനെ ആൽബങ്ങൾ എനിക്ക് തോന്നുന്നു ഞാനൊരു 7-8 ആൽബം ചെയ്തിട്ടുണ്ടാവും മാക്സിമം. അതിൽ കൂടുതൽ ചെയ്തിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷെ അതിൽ ഈ എന്തുകൊണ്ട് ഇത് ഹിറ്റായി എന്ന് അതും ഒരു വലിയ കാര്യമാണ്. കാരണം ഈ ഉദയേട്ടൻ എടുക്കുന്ന പ്രിപ്പറേഷൻസ് ഭയങ്കര കൂടുതലാണ്. വെറുതെ ഒരു ക്യാമറ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്ത് അഭിനയിക്കുക എന്നുള്ള രീതിയിലല്ല. ഉദയേട്ടൻ അതിനെ കാണുന്ന ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് തന്നെയാണ്. ശരി, കാണാനുണ്ട് 100% നമുക്ക് മറ്റേതുപോലെ അല്ല. അത് കുറച്ച് പേര് നിന്ന് അങ്ങനെ ചെയ്യുന്ന പറയുന്ന പോലെ അല്ല. അതായത് ആളെ വീട്ടില് ട്രോളുന്ന ഒരു ആൽബം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പുള്ളി അത് മിണ്ടാതിരിക്കുകയായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ക്യാമറാമാൻ അത് വിദഗ്ധമായി അത് കണ്ടുപിടിച്ചു. എങ്ങനെ കണ്ടുപിടിച്ചെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. എന്തായാലും നിനക്ക് നമുക്ക് കാണാം. അതാണ് അവൻ. അയ്യോ അത്ര ആൽബം എന്റെ പ്രതീക്ഷ ഉള്ളതായിരിക്കും. കാണിക്കട്ടെ. ഇപ്പോഴാണ് എനിക്ക് ഇതിന്റെ മനസ്സിലായത്, എന്നെ എന്തിനാ വിളിച്ചു വരുത്തിയെന്നുള്ളത്. ഞാൻ കണ്ടില്ല കേട്ടോ. എനിക്ക് പുള്ളിയുടെ എക്സ്പ്രഷൻ കണ്ടാ ഞാൻ പറയുന്നേ. മോളെ ഇത് ആരെയും കാണിക്കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കുഴപ്പമില്ല. പാലാണ് പ്രേമം. അത് കിട്ടിയ നമുക്ക് പണി കിട്ടുമെന്ന് വെച്ചിട്ടാ കാണിക്കാത്തത്. ശരി അത് നന്നായി. അത് വിടണ്ട, അത് വിട്ട എന്തായാലും പണി കിട്ടും. അത് പല ഇഷ്യൂസ് ഉണ്ടാവും, വിടണ്ട. പക്ഷെ ഞാൻ പറയട്ടെ, നമുക്ക് പാലാണ് പ്രേമം എന്ന് സെർച്ച് ചെയ്താൽ പുള്ളിയുടെ കുറെ ആൽബംസ് കിട്ടും. വീട്ടില് ഭാര്യയും കുട്ടികളൊക്കെ ഇട്ട് തേച്ചോണ്ടിരിക്കുന്ന ആൽബം കിട്ടും. ശരിക്കും ഞാൻ കണ്ടില്ല കേട്ടോ. അത് എങ്ങനെയാ, ചിലപ്പോ നന്നായിരിക്കാം. ശരിക്കും ഇന്റർവ്യൂവിന് മുമ്പാണ് കണ്ടെങ്കിൽ വിളിക്കില്ലായിരുന്നു. അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഞാൻ ഒന്ന് കണ്ടു നോക്കണം. എനിക്ക് കഴിഞ്ഞിട്ട് കാണാം. ഇന്റർവ്യൂ തീർത്തിട്ട് കാണാനായിരിക്കും. അപ്പൊ നമുക്ക് ഇതാണ് മുഴുവനാക്കാം. അല്ലെങ്കിൽ ചിലപ്പോ നീ വേണോന്ന് ചിലപ്പോ ചിന്തിച്ചു. അല്ല അങ്ങനെ കുഴപ്പമാണോന്നല്ല, ഒരു ഒരു കോമഡി, അതെ അങ്ങനെയുള്ള ആർട്ടിസ്റ്റ് നമ്മൾ പല വേഷങ്ങളും കെട്ടേണ്ടതായിട്ട് വരുമല്ലോ. വേഷം എന്തെങ്കിലും ആവട്ടെ. കാരണം ഞാനിനി അതിൽ കൂടുതൽ അഭിപ്രായം പറഞ്ഞാൽ ശരിയല്ല. അതെ, ഞങ്ങൾ പറയാം. നിങ്ങൾ കണ്ടിട്ട് ഇനി ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും കമന്റ് ആയിട്ടൊക്കെ പറഞ്ഞോളൂ, ഇയാൾക്ക് വേറെ പണി ഉണ്ടായില്ല എന്നൊക്കെ ചോദിച്ചോളൂ. നമുക്ക് അപ്പൊ നോക്കാം. എനിക്ക് തോന്നുന്നു അന്നത്തെ സമയം, അതായത് 2007
2007 തിരിച്ചു പോകുമ്പോൾ അന്ന് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ഒന്നും അത്ര സജീവമല്ല, ഒന്നുമില്ല അല്ലേ? ഒന്നുമില്ല, സോഷ്യൽ മീഡിയ ഇല്ല, ലിറ്ററലി ഇല്ല. ഒന്നും അതായത് നമുക്ക് വിളിച്ചാൽ പൈസ പോകുന്ന മൊബൈലൊന്നും ഇല്ലാന്ന് തോന്നുന്നു. മൊബൈലുണ്ട്. അന്ന് കൂടുതലും നമ്മുടെ അങ്ങനെ ഫേസ്ബുക്കോ ഇൻസ്റ്റയോ ഒന്നും ഇല്ലല്ലോ, വീഡിയോ ഡെലിവറി ഒന്നും അങ്ങനെ വലിയ കാര്യമായിട്ടില്ല എന്നാണ് എന്റെ അറിവ്. അപ്പം ഇപ്പോഴും നമുക്ക് ആ മെസ്സേജ് വായിച്ചാൽ കാണാം, കുറേ പെൺകുട്ടികളുടെ മെസ്സേജ് ഉണ്ട്, കമന്റുകളുണ്ട് അല്ലെ? അന്നത്തെ എന്റെ ക്രഷ് ആയിരുന്നു ചേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നും കാണാം. ഇന്ന് ഞാൻ എടുത്തു നോക്കിയപ്പോ കണ്ടു. നമുക്ക് ഇന്നും ഉണ്ട്. ചില സ്ഥലത്ത് ചെല്ലുമ്പോ പറയും അന്ന് ഞാൻ 8ലായിരുന്നു പറയണ കേൾക്കുമ്പോ മാത്രമേ നമുക്കൊരു വിഷമമുള്ളൂ. ബാക്കിയൊക്കെ ഓക്കെയാ. ഒരുപാട് പേര് അങ്ങനെ വിരലിലുണ്ടാവുന്ന നായകന്മാരെ ഉള്ളൂ. ഉള്ളതാണെങ്കിൽ നല്ലതിന് നമ്മൾ നോക്കൂ. ഞാൻ പക്ഷെ നല്ല ചെറുതാട്ടോ, ഞാൻ 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ അത്രേ പ്രായം എനിക്കുള്ളൂ. പോയി എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ കേട്ടാ അന്ന് എന്താ എങ്ങനെയാണ് ഈ നമ്മുടെ ഈ പ്രേമം നമ്മൾ അറിയിച്ചിരുന്നത്, അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ഉള്ളിലുള്ള ഒരു സ്നേഹം? നമുക്ക് ശരിക്കും ഇത് സെൻസേർഡ് ആണ്. ശരിക്കും നമുക്ക് എപ്പോഴും പ്രണയം തോന്നുന്ന നമ്മുടെ അടുത്ത് നമ്മൾ ഇടപഴകുന്ന ആൾക്കാരോടല്ലേ ഉള്ളൂ. അല്ല ദൂരെ ഇരിക്കുന്ന ആള് നമ്മൾ കത്തൊക്കെ എഴുതി പ്രണയിച്ചിട്ട് എന്താ കാര്യം? അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഞാൻ മുമ്പ് ഇന്റർവ്യൂ ചെയ്ത പലരും എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കത്തുകള്, രക്തത്തിൽ ചാലിച്ച കത്ത് വരെ വന്നു. വടകര താജുക്ക പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത്. അങ്ങനെ അനുഭവങ്ങളൊന്നും അങ്ങനെ എനിക്ക് ഇങ്ങനെ എഴുത്ത് പ്രണയമൊന്നും എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടൊന്നുമില്ല. അതായത് ഏട്ടനെ എഴുതിയല്ല കേട്ടോ, ഏട്ടന്റെ അടുത്തേക്ക് ഇങ്ങോട്ടേക്ക് ഒന്നുമില്ല. അങ്ങനെ ഒരെണ്ണം പോലും ഇല്ല. നമ്മളെവിടെയെങ്കിലും കാണുമ്പോൾ ഇങ്ങനെ ഓരോരുത്തരും പറയും ചേട്ടാ അങ്ങനെയാണ്, നമ്മൾ വന്ന് ഭയങ്കര ക്രഷായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ വളരെ ചുരുക്കം അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെന്നല്ലാണ്ട് അങ്ങനെ എനിക്ക് എഴുത്തൊന്നും അങ്ങനെയൊന്നും ഒരിക്കലും ഇല്ല. നിങ്ങൾ എഴുതിയിട്ടുണ്ടോ ആർക്കും? അതുമില്ല. അങ്ങനത്തെ വലിയ താല്പര്യമില്ല, അതിന്റെ ആവശ്യം വന്നിട്ടില്ല ഇതുവരെ. അങ്ങനെ റിക്വയർമെന്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ഡിസ്റ്റന്റ് ആയിട്ട് അങ്ങനെ എനിക്കറിയില്ല. ഞാൻ ആകെ ഒരു എഴുത്ത് എഴുതിയത് കോളേജിൽ പഠിപ്പിച്ച ടീച്ചർക്കാണ് ഇതുവരെ. അതൊരു പ്രേമലേഖനമൊന്നുമല്ല. ടീച്ചർ പഠിപ്പിക്കുന്ന രീതിയിലൊക്കെ നമുക്കൊരു ഇഷ്ടം തോന്നിയപ്പോൾ നമ്മൾ ടീച്ചറെ അഭിനന്ദിച്ചുകൊണ്ട് നമുക്ക് താല്പര്യമുണ്ട്, അതായത് ഒരു നല്ലൊരു റിലേഷൻഷിപ്പ്, ടീച്ചർ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് പുകഴ്ത്തി നോക്കി. ടീച്ചർ വിളിച്ചെടുത്താക്കി നിന്ന് വിട്ടുകൊണ്ട് പിന്നെ അതങ്ങനെ നിർത്തി. പിന്നെ അങ്ങനെ വേറെ നമുക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എഴുത്തൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. എനിക്ക് അങ്ങനെ എഴുത്ത് വന്നിട്ടുമില്ല. അങ്ങനെ എപ്പോഴോ ഒരു പെൺകുട്ടി എന്നെ ഇങ്ങനെ തേടി പിടിച്ച് വിളിച്ചിരുന്നു. ഞാൻ ഈ ആൽബം കണ്ട് ഭയങ്കര ഫാനാണ്, എനിക്ക് ചേട്ടൻ്റെ കൂടെ ഒരു പാട്ട് അഭിനയിക്കണം, ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്തോളാം, എത്രയാണ് റെമ്യൂണറേഷൻ വാങ്ങുന്നതെന്നൊക്കെ ചോദിച്ചൊരു പെൺകുട്ടി വിളിച്ചിരുന്നു. ഇത് നടക്കുന്ന 2010-ലോ 9-10 അപ്പോഴാണ്. അങ്ങനെ ഒരാൾ നമ്മളെ വിളിച്ചു. ഞാനത് ഫുള്ള് പൈസ മുടക്കി എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ നമുക്ക് ഭയങ്കര അതിശയമായിരുന്നു അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോയാൽ അതിനുള്ള എന്തെങ്കിലും ഒരു എമൗണ്ട് കിട്ടും എന്നല്ലാതെ റെമ്യൂണറേഷൻ 2000-2500 അന്ന് 2007-2500 മോശമല്ല. അന്ന് ഒരു ദിവസം, അന്ന് പെർ ഡേ അങ്ങനെ എന്തോണ് ചെയ്തെന്ന് തോന്നുന്നു. അങ്ങനെ നമുക്ക്. പക്ഷെ അന്ന് പറഞ്ഞാൽ നമ്മൾ കോസ്റ്റ്യൂമൊക്കെ നമ്മൾ തന്നെയല്ലേ കൊണ്ടുപോകുന്നത്. ഓൺ കോസ്റ്റ്യൂം. ആൽബം എല്ലാം ഒട്ടുമിക്കതും ഓൺ കോസ്റ്റ്യൂം തന്നെയാണ് ആൽബം. അങ്ങനെയായിരുന്നു ആദ്യം. വണ്ണത്തിലൊക്കെ ഇട്ടത് കൂടുതലും ഓൺ കോസ്റ്റ്യൂമാന്ന് തോന്നുന്നു. ഏതോ 1-2 വട്ടേ അങ്ങനെ ഇട്ടുള്ളൂ. പിന്നെ അന്നൊന്നും നമ്മളിങ്ങനെ ഒരു ഇതെല്ലാവരും കൂടി നടാ അതുണ്ടോ ഇതുണ്ടോ അന്നിട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണല്ലോ. അല്ലാതെ ഒരു ഇന്നത്തെ പോലത്തെ ഒരു സെറ്റപ്പ് അല്ലല്ലോ. ഒരാൾ അഭിനയിക്കാൻ വരുന്നു, അയാൾ അഭിനയം മാത്രം, അങ്ങനെയൊന്നുമല്ല. നമ്മളിപ്പോൾ എല്ലാവരും കൂടി ഇന്ന് ഒരു പരിപാടി അങ്ങോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ലാതെ വേറെ ഒന്നുമില്ല. ഈ കൊച്ചെന്തിനുള്ള എനിക്ക് മറ്റേതൊന്ന് റീക്രിയേറ്റ് ചെയ്യണം. ഞാൻ സൗമ്യ ഏട്ടൻ ഇത് ആ പാട്ട് ഇവര് ഇട്ടോളൂ. ഉണ്ടോ പുല്ല? അത് നമുക്ക് റീക്രിയേറ്റ് ചെയ്യാം. അതായത് ഇങ്ങനെ ഒന്ന് കാണണോ? ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ട് തരണം. നമുക്ക് ഹൈലൈറ്റിലിടാം. മാജിക് ചെയ്തിട്ട് എന്തോ കാണില്ല. അത് പക്ഷേ മറ്റേതല്ലേ, അത് നമ്മളിങ്ങനെ ഷൂട്ടിലിങ്ങനെ ചെയ്യുന്നു. അതുകൊണ്ട് ഉദയേട്ടൻ ഫ്രീസ് എന്ന് പറയുന്നു, നമ്മളിങ്ങനെ കൈ വെക്കുന്നു, അനങ്ങാതിരിക്കുന്നു, അതിൻ്റെ അകത്തേക്ക് റോസപ്പൂ വെച്ചിരുന്നു. അങ്ങനെയാണല്ലോ. ഞാൻ കാണിച്ചുതരാം. ഫസ്റ്റ് ടിപ്പ്.
ഞാൻ മോഹം ഇങ്ങനെ തരണം കേട്ടോ. അത് അതിലങ്ങനെ കാണിക്കുമ്പോ പൂവില്ലല്ലോ. കുഴപ്പമില്ല, നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് കാണിച്ചു തന്നാ മതി. ഇത് റോസ് ആണോ? ഇത് റോസ് അല്ല, പക്ഷേ ഇത് ഞാൻ അങ്ങോട്ട് തരണ്ടേ? സൗമ്യമല്ലല്ലോ. അത് ശരിയാ, ഞാൻ അങ്ങോട്ടല്ലേ തരേണ്ടത്. അതെ, അല്ല ഞാൻ പറയാം, ഒരു ഇൻട്രോ പറയാം. മ്യൂസിക് നിങ്ങൾ ഇടൂലടാ. ഓക്കെ ഓക്കെ. ഈ ഒരു ആൽബം കാണുമ്പോഴേ ഞാൻ പലപ്പോഴായിട്ട് അതിൽ നായികയായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ സത്യം, ഞാൻ ഇപ്പൊ ഒരു റോസോ ഏതോ കുഴിച്ചിടുമ്പോ അന്ന് ഞാൻ ഈ നായികയാ. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമായിരുന്നു അങ്ങനെയൊക്കെ ലൈവായിട്ട് ചെയ്യണം, അല്ലെ അങ്ങനെ വരണം എന്നൊക്കെ. ഇന്ന് എനിക്ക് ഒരു എന്താ പറയുക, ഒരു ഭാഗ്യം അതിനായിട്ട് ഉണ്ടായിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി വണ്ണാത്തി പുള്ളിലുവേ എന്ന് പറഞ്ഞ ആൽബം റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. മ്യൂസിക് ഇടും. ഞാൻ സൗമ്യ, ഞങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നെ? പിന്നെ തൃശ്ശയിലിരിക്കുന്നേ. അയ്യോ സൗമ്യല്ലേ? ഞാൻ നീച്ചിരിക്കാം. ഞാൻ എഴുന്നേക്കണോ? എന്താ ഞാൻ ചെയ്യേണ്ടത്? മാജിക് അല്ലേ? അപ്പൊ റോസപ്പൂ അല്ലെങ്കിലും റോസാപ്പൂ കിട്ടിയില്ല, ഞങ്ങൾക്ക് ചെമ്പരത്തി അല്ലേക്കില്ലേ? ചെമ്പരത്തി അല്ല, എനിക്ക് മാച്ചായത് ചെമ്പരത്തി. കൃഷിക്ക് അങ്ങനെ നമ്മൾ ഒരിക്കലും നിങ്ങളത് കാര്യമൊക്കെ എടുക്കും. പക്ഷെ ഇത് നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഞാനും റോസപ്പൂ കൊണ്ടുവന്നേ. ഞാനും കൊണ്ടുവന്നേ. എനിക്ക് പെട്ടെന്നാണ് അതിങ്ങനെ ചെയ്യാം എന്നുള്ളത്. സ്പോട്ടിൽ തോന്നുന്നതാ. നമുക്കൊരു ഒരു പെൺകുട്ടി നമ്മുടെ ഒരു ആൽബം കണ്ടിട്ട് ഒരു റോസപ്പൂ വേണമെന്ന് ആഗ്രഹിക്കുമ്പോ നമ്മള് അന്നേ കിട്ടിയില്ല. എന്തായാലും കൊടുത്തേനെ. അത് ഞങ്ങൾ പോലത്തെ യുവത്വങ്ങളുടെ അടുത്തൊന്ന് കേക്കണ്ട. ഇപ്പൊ പറ നീറ്റ് പോത്തള്ളേ. അങ്ങനെ നീ എന്നെ എന്ത് വിളിക്കുക ആൾക്കാര്? അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഇല്ല. എന്തായാലും കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നെയാണോ? കൊറേ നാൾക്ക് ശേഷം ഒരു പൂ ഒരു പെൺകൊച്ചിന് കൊടുക്കാൻ പറ്റൂല്ലോ. അതെ, ഭാര്യ മക്കളും വീട്ടിലെത്തി. അത് വരെയാണ് ഇതിന് ആയുസുള്ളൂ. എന്നാലും നമുക്ക് നോക്കാം, എവിടം വരെ പോകും നോക്കാം നമുക്ക്. ഓക്കെ.